ഹായ് ഓൾ എ ഐ യൂസ് ചെയ്തിട്ട് വെറുതെ ആൻസേഴ്സ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന തരത്തിലുള്ള ഒരു പുതിയ ടൂള് ചാറ്റ് ജി പി ടിയുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ചാറ്റ് ജി പി ടിയുടെ സ്റ്റഡി മോഡാണത്. ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇത് 11 ലാംഗ്വേജസിൽ അവൈലബിൾ ആണ്. കൂടാതെ വോയിസ്, ഇമേജ്, ടെക്സ്റ്റ് എന്നിവയൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇത് നമ്മുടെ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഹെൽപ്ഫുൾ ആക്കാനായിട്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇത് നിലവിൽ ഫ്രീ പ്ലസ് പ്രോ ടീം യൂസേഴ്സിന് അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങളൊരു ഫ്രീ ചാറ്റ് ജി പി ടി സബ്സ്ക്രൈബർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ടൂൾ ഇപ്പം ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. എ ഐ ടൂളുകൾ പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ വന്നതോടെ തന്നെ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വലിയൊരു കൺസേൺ ആണ് സ്റ്റുഡൻസ് ഒക്കെ ഇത് യൂസ് ചെയ്തിട്ട് എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. യൂണിവേഴ്സിറ്റികളിലും സ്കൂളിലും ഒക്കെ എ ഐയുടെ മിസ്യൂസ് കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ UK-യിലൊക്കെ 2023-24 ഇയറിൽ ആ ഒരു സമയത്ത് തന്നെ 7,000ഓളം എ ഐ ഉപയോഗിച്ച് ചീറ്റിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നേരത്തെയുള്ള വർഷങ്ങളെക്കാളും വളരെ കൂടുതലായിരുന്നു. കാരണം ചാറ്റ് ജി പി ടി പോലെയുള്ള കാര്യങ്ങൾ എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു ടൈമിലാണ്. ഓപ്പൺ എയുടെ കണക്കനുസരിച്ച് തന്നെ അമേരിക്കയിലെ കോളേജ് വിദ്യാർത്ഥികൾ 1/3 പേരും ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏകദേശം 25% അവരുടെ പഠിത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് ഇവരിതെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ എയുടെ തന്നെ ഒരു ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു പവർഫുള്ളായ എ ഐ ടൂളുകൾ എങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇവിടെയാണ് ചാറ്റ് ജി പി ടിയുടെ ഈ സ്റ്റഡി മോഡ് ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് മാറുന്നത്. ഓപ്പൺ എ ഐ ഇത് പുറത്തിറക്കിയത് റെസ്പോൺസിബിൾ അക്കാഡമിക് യൂസ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വെറും ഉത്തരങ്ങൾ തരുന്ന ഒരു ടൂള് മാത്രമല്ല, മറിച്ച് നമുക്ക് ഓരോ ടോപ്പിക്സിനെ കുറിച്ചും ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നൽകിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്കൊരു പേഴ്സണൽ ട്യൂട്ടർ ഉള്ള പോലെ തന്നെ. ഓപ്പൺ എയുടെ എഡ്യൂക്കേഷണൽ ലീഡ് ജയന ദേവാനി പറയുന്നത് തന്നെ, വി ഡെഫിനറ്റ്ലി ഡോണ്ട് ബിലീവ് ദാറ്റ് ദീസ് ടൂൾസ് ഷുഡ് ബി മിസ്യൂസ്ഡ് ആൻഡ് ദിസ് ഇസ് വൺ സ്റ്റെപ്പ് ഫോർവേഡ് ടു ദാറ്റ്. എ ഐ ടൂളുകളൊക്കെ ഒരു മിസ്യൂസ് ചെയ്യുന്നതിന് പകരം ആൾക്കാർ അത് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതാണ് അവരുടെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സ്റ്റഡി മോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് വൺ സ്റ്റെപ്പ് ഫോർ ദാറ്റ് എന്നാണ് പറയുന്നത്. ഇതൊരു പുതിയ ചാറ്റ് ജി പി ടി മോഡലല്ല, പക്ഷേ ടീച്ചേഴ്സ്, സയൻറ്റിസ്റ്റ് അതുപോലെയുള്ള എക്സ്പേർട്സ് ഒക്കെ ആയിട്ട് ഇവർ ഡിസ്കസ് ചെയ്തിട്ട് ഓപ്പൺ എ ഐ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റം സിസ്റ്റം ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മൾ സാധാരണ ചാറ്റ് ജി പി ടിയോട് ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് ചാറ്റ് ജി പി ടി തരുന്നത്. പക്ഷേ സ്റ്റഡി മോഡ് നേരെ മറിച്ചാണ്. സ്റ്റഡി മോഡ് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്കൊരു അക്കാഡമിക് ട്യൂട്ടർ അല്ലെങ്കിൽ ഒരു ടീച്ചർ നമുക്ക് എങ്ങനെ അത് പഠിപ്പിച്ചു തരുന്നോ ആ രീതിയിൽ നമ്മളെ പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാറ്റ് ജി പി ടിയുടെ ഈ സ്റ്റഡി മോഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് ഗൈഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. എന്നിട്ട് സൊക്രാറ്റിക് ഡയലോഗ് സ്റ്റൈൽ, അതായത് നമ്മളൊരു ഒരു കാര്യത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഒരു ആൻസർ തരുന്നതിന് പകരം നമ്മളടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ അതിന് ഉത്തരം പറയുന്ന അനുസരിച്ച് നമ്മളെ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി ആ ഒരു ടോപ്പിക്ക് എങ്ങനെയാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ നമ്മളെ ഇത് കൊണ്ട് എത്തിച്ചു തരും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നോളജ് ചെക്ക്, ക്വിസസ്, പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്സ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ച ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾക്കൊരു അനാലിസിസ് നടത്താനും നമ്മുടെ പ്രോഗ്രസ് എന്തോരം ഉണ്ട് എന്നൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടും ഇത് പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിലൊരിക്കലും നമ്മൾക്കൊരു മുഴുവൻ എസ്സേയോ അല്ലെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് ആൻസർ തരുന്ന രീതിയിലാണല്ലോ യൂഷ്വലി ചാറ്റ് ജി പി ടി വർക്ക് ചെയ്യാറ്. അങ്ങനെ വർക്ക് ചെയ്യുന്നതിന് പകരം ഇതെന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മളുടെ ലെവൽ എന്തോരമാണോ, നമ്മളൊരു ബിഗിനർ ലെവലാണോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കില്ല് ലെവൽ അനുസരിച്ച് ആണ് ഇതെന്ത് ചെയ്യുന്നത്, ഓരോ ടോപ്പിക്സിനെ കുറിച്ചും ഉള്ള പാഠങ്ങൾ ടൈലർ ചെയ്ത് തരും.
പഴയ ചാറ്റുകളും ഇതിന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളും ആക്സസ് ചെയ്തിട്ട് അതിൽ നിന്നും നമുക്കുള്ള ആൻസേഴ്സ് ഇത് എന്താ പറയുക നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരും. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഇമേജ് അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ അടുത്ത് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മളൊരു എക്സാം കഴിഞ്ഞ് വന്ന നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെറുതെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാത്തിൻ്റെയും ABC എന്ന് പറഞ്ഞാൽ ആൻസർ തരുന്നതിന് പകരം സ്റ്റഡി മോഡ് എന്ത് ചെയ്യും, അതെങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നിങ്ങൾക്ക് ഹോംവർക്ക് ഹെൽപ്പ് അല്ലേ, കോംപ്ലക്സ് ടോപ്പിക്സ്, ഫോർ എക്സാമ്പിൾ ബൈസ് തിയറം എന്നുള്ള പല കോംപ്ലക്സ് ടോപ്പിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യും, ഇത് നമ്മളെ പഠിക്കാനായിട്ട് സഹായിക്കും. എക്സാം പ്രിപ്പറേഷന് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതിൽ നിന്നിട്ടും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിനും നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ആ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിയത്, ഔട്ട്പുട്ടല്ല ആ ഒരു ആൻസറിലേക്ക് എത്തിയത് എന്നുള്ളത് നമ്മളുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചും ഓരോന്ന് ചോദിച്ചത് നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പുതിയ ടോപ്പിക്സ് പഠിക്കാനായിട്ടും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ChatGPTയുടെ ഇൻ്റർഫേസിൽ വരിക, ടൂൾസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സ്റ്റഡി ആൻഡ് ലേൺ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി മോഡ് എനേബിൾ ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇത് കാണാം. എക്സ്പ്ലെയിൻ എ ടോപ്പിക് ടു മീ, ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക്, ക്രിയേറ്റ് പ്രാക്ടീസ് ക്വിസ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ പറയാണ് ക്രിയേറ്റ്, എനിക്ക് വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസ് ക്വിസ് നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ അടുത്ത് എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് എന്ന് പറയാണ്, നമ്മുടെ ലെവൽ എങ്ങനെയാണ്, ഏത് ഗ്രേഡിലാണ് നിങ്ങൾ പഠിക്കുന്നത്, എത്ര ക്വസ്റ്റ്യൻസ് വേണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാണ് ഓൺ സയൻസ്, ഓക്കെ, ഗ്രേഡ് 10. സയൻസിൽ തന്നെ ഇനി ഏതാണ്, ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ അതോ മിക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ കെമിസ്ട്രി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് റാൻഡമായിട്ട് ഞാനിപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് കൊടുക്കുകയാണേ. അപ്പോൾ ഇത് തെറ്റായിരിക്കും മിക്കവാറും. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ ഒരു കറക്റ്റ് ആൻസറിലേക്ക് ChatGPT ഗൈഡ് ചെയ്യുന്നതെന്ന് കാണിക്കാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യം കൊടുത്ത ആൻസർ തെറ്റാണ് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്തു, കറക്റ്റ് ആൻസർ എങ്ങനെയാണ്, വൈ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച്, ഡിസോൾവിങ് ഷുഗർ ഇസ് എ ഫിസിക്കൽ ചേഞ്ച്, നോ ന്യൂ സബ്സ്റ്റൻസ് ഇസ് ഫോംഡ്, ബേണിംഗ് വുഡ് പ്രൊഡ്യൂസസ് ആഷ് എന്നൊക്കെയുള്ള രീതിയിൽ ഓരോന്നിനും കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് നമ്മളെ അതിലേക്ക് ഗൈഡ് ചെയ്ത് എത്തിച്ചു തരാണ്. ഓക്കെ, യെസ്. എന്നിട്ട് നമ്മൾ ചോദിക്കുക, ഡു യു വാണ്ട് എ ക്വിക്ക് മിനി റിവ്യൂ ടു സ്ട്രെങ്തൻ ദീസ് കൺസെപ്റ്റ്സ് ബിഫോർ ട്രൈയിങ് അഗെയിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് യെസ് കൊടുക്കാം. എങ്ങനെയാണ് നമ്മളത് പഠിപ്പിച്ച് തരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇവർ ചോദിക്കുന്നത് വാട്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് ദിസ്, ഇത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം എന്താണ് ഇത് എന്നുള്ളത് ചോദിക്കാം നമുക്ക് ChatGPTയുടെ അടുത്ത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് പറഞ്ഞു തരുന്നതെന്ന് നോക്കാം. ഓക്കെ, എക്സ്പ്ലെയിൻ ദിസ്. അപ്പോൾ നോക്കി, ഐഡൻറ്റിഫൈ വാട്ട്സ് ഹാപ്പനിങ്, യു ഹാവ് 2 റിയാക്ടൻസ് മഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ, ദേ റിയാക്ട് ടു ഫോം 1 പ്രൊഡക്റ്റ്, സോ 2 സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്തു 1 ന്യൂ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ദാറ്റ് മാച്ചസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ. എന്നിട്ട് അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ജനറൽ ഫോമുല എങ്ങനെയാണ്, എന്നിട്ട് അത് കമ്പൈൻ ചെയ്ത് ഇങ്ങനെ ഫോം ചെയ്തു എന്ന് ഒരു ട്യൂട്ടർ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നോ ആ രീതിയിൽ തന്നെയാണ് ChatGPT നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചോദിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലാംഗ്വേജിൻ്റെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ChatGPTയിൽ വരാം.
എന്നിട്ട് ജനറലിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലാംഗ്വേജ് എന്ത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക്. ഇപ്പോൾ മലയാളമാണ് വേണ്ടതെങ്കിൽ ഇത് മലയാളം ഇങ്ങനെ നമുക്ക് എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ChatGPTയുടെ ഈ ഒരു ഇൻ്റർഫേസ് മൊത്തം മലയാളമായിട്ട് മാറി. ഇനി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ടാണെങ്കിൽ നമുക്ക് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് എന്താണ് ChatGPT നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഹെൽപ്പ് മീ വിത്ത് മൈ ഹോം വർക്ക് എന്ന് വന്നിട്ടുണ്ട് ഞാൻ. അപ്പോൾ ChatGPT തന്നെ പറയാണ്, ബട്ട് ഐ വോണ്ട് ഗിവ് യു ദ ആൻസേഴ്സ്, ഐ വിൽ ഗൈഡ് യു ത്രൂ ഇറ്റ് സോ യു ആക്ച്വലി ലേൺ ദ കൺസെപ്റ്റ്സ്. അപ്പോൾ വാട്ട് സബ്ജക്റ്റ് ഇസ് ദ ഹോം വർക്ക് ഫോർ, ഏത് ഗ്രേഡ് ആണെന്നൊക്കെ ചോദിക്കും. യു ക്യാൻ ഐദർ ടൈപ്പ് ഔട്ട് ഓർ അപ്ലോഡ് എ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മളുടെ അടുത്ത് ഞാനപ്പോൾ ഇലക്ട്രിക് ഫീൽഡ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇത് ആദ്യം ചോദിക്കുകയാണ്, ഹാവ് യു ഓൾറെഡി ലേൺഡ് എനി ഓഫ് ദീസ് ഫോർമുല ഫോർ കോളംസ് ലോ, വാട്ട് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ്, ദ മീനിങ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ടെൽ മീ വാട്ട് യു ഓൾറെഡി നോ ഓർ വാട്ട് യു ആർ കൺഫ്യൂസ്ഡ്. എന്നിട്ട് അപ്പോൾ നമ്മളുടെ നോളജ് ലെവൽ എന്തോരം ഉണ്ട് എന്ന് ആദ്യം ChatGPT, ഒരു ടീച്ചർ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ, നമ്മുടെ നോളജ് ലെവൽ എന്തോരം ഉണ്ടെന്ന് ആദ്യം അത് അവർ മനസ്സിലാക്കും. എന്നിട്ട് അതനുസരിച്ചായിരുന്നു നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറയണം, ഐ ഡോണ്ട് നോ any of these. അപ്പോൾ നോ പ്രോബ്ലം, ലെറ്റ് സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു എക്സാമ്പിൾ വെച്ച് തന്നെയാണ് പറയുന്നത്. കണ്ടോ, ഇഫ് ദർ ഇസ് എ ചാർജ്ഡ് ഒബ്ജെക്ട് ലൈക്ക് എ ബലൂൺ ദാറ്റ് ഗോട്ട് റബ്ഡ് ഓൺ യുവർ ഹെയർ, ദാറ്റ് ചാർജ് ക്യാൻ എഫക്ട് അതർ ചാർജസ് അറൗണ്ട് ഇറ്റ് ഈവൻ വിതൗട്ട് ടച്ചിങ് ദം. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് ഓരോ എക്സാമ്പിൾ പറഞ്ഞ് അടുത്ത അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല എന്താണെന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 2 കൺസെപ്റ്റ് പറഞ്ഞു തന്നിട്ട് നമ്മളത് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ChatGPT തന്നെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ നമുക്കൊരു ആൻസർ കൊടുക്കാം. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ ആ കറക്റ്റാണെന്ന് പറഞ്ഞതും എന്ത് ചെയ്യണം, അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. എന്നിട്ട് അടുത്ത ആദ്യം പറഞ്ഞ 2 ടോപ്പിക്സിനെ കുറിച്ചും നമ്മൾക്ക് കൺസെപ്റ്റ് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അതിനുശേഷം അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാണ്. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെയാണ് ChatGPTയുടെ ഈ ഒരു സ്റ്റഡി മോഡ് വർക്ക് ചെയ്യുന്നത്. സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആണ്. സ്റ്റുഡൻസിന് മാത്രമല്ല, നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന ആർക്കും ഇത് ഭയങ്കരമായിട്ടുള്ളൊരു യൂസ്ഫുൾ ഫീച്ചറാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും സ്റ്റുഡൻസ് ഉള്ളവർ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ, വല്ല കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ, PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ, നീറ്റ് എക്സാമിന് പ്രിപ്പയർ, അങ്ങനെ പല എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളായിരിക്കും ഇത്. നമ്മുടെ കയ്യിലുള്ള PDFസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ വെറുതെ ആൻസർ പറഞ്ഞു തരുന്നതിന് പകരം നമ്മളത് കറക്റ്റായിട്ടുള്ള ആൻസറിലേക്ക് എത്തിക്കാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആക്കി തന്നിട്ട് നമ്മളെ എങ്ങനെയാണ് ആ ഒരു ആൻസറിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു തരാനായിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള അറ്റൻഷൻ നമുക്ക് തന്ന് നമുക്ക് കോർ കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കി തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോനെ കുറിച്ചുള്ള ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിലൊന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.